തിരുവചനം തിരുമധുരം എന്ന പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയോടെ ശുശ്രൂഷ ആരംഭിക്കാം. സ്തുതിക്കുന്ന കർത്താവെ, സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഞങ്ങളുടെ ദിവാത്സല്യം ആശയം സർവ്വസുധാം നാഥ, ഒരു പ്രാവശ്യം കൂടെ കർത്താവെ, അടിയങ്ങൾക്ക് കർത്താവെ തൻ്റെ ജനത്തെ നയിക്കത്തക്കൊണ്ട് ഒരുക്കുന്നവൻ കൃപകൾക്കായ നന്ദിയോട് സ്തോത്രം കർത്താവെ. അങ്ങയുടെ മഹത്വമുള്ള ശുശ്രൂഷയിൽ കൂടെ കർത്താവെ, വചനം അനേകരുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യത്തക്കോണം കർത്താവെ, അനേകർ അങ്ങയിലേക്ക് ആകർഷിക്കപ്പെടുവാൻ, ജീവിതത്തിൽ മാറ്റം വരുത്താനോട് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ചും കർത്താവെ, ഈ ദിവസങ്ങൾ അത്രയും എൻ്റെ കൃപയിൽ ഞങ്ങളെ വഴി നിർത്തിയ നന്മകൾക്കായ സ്തോത്രം കർത്താവെ. ഈ വർഷത്തിൻ്റെ ഈ ദിവസം വരെ ഞങ്ങളെ നിലനിർത്തിയ അവൻ കൃപകൾക്കായ നന്ദിയോട് സ്തോത്രം. നിൻ്റെ മഹത്വത്തിനൊത്തോണം ഞങ്ങളെ വഴി നിർത്തുകയും കാത്തുരുവാലിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. എൻ്റെ കൃപയുടെ സാന്നിധ്യത്താൽ അടിയേണ്ട ശബ്ദത്തോടുകൂടെ, വാക്കുകളോട്, വചസ്സുകളോട്, കണ്ണത്തോടുകൂടെ അതിനകത്ത് ജനമങ്ങയുടെ വചനമണി അടിയൻ അങ്ങയുടെ കർത്താവെ, ബലഹീന അടിയനെ കൃപകളുടെ നിറവിൽ നിന്ന് കർത്താവെ തൻ്റെ ജനത്തെ വചനത്തിൽ ബലപ്പെടുത്തുവാൻ അവിടുന്ന് എടുത്തുപയോഗിക്കണത് ഈ സാക്ഷിത പിതാവ് കേൾക്കണമേ. ദൈവത്തിൻ്റെ പുണ്യത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ അളവിറ്റ കൃപകളാൽ ഈ വർഷത്തിൻ്റെ നമ്മുടെ നോയമ്പ് കാലത്തിൻ്റെ അവസാന ആഴ്ചയിലേക്ക് നാം കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആയുസ്സിൽ ഒരു പ്രാവശ്യം കൂടെ നോയമ്പ് കാലത്തിൽ ഇത്രത്തോളം ദൈവം നമ്മളെ വഴി നടത്തിയ നന്മകളെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. വർഷത്തിൻ്റെ പ്രാരംഭം കണ്ടവർ അനേകരും മൺമറഞ്ഞു പോയെങ്കിലും ദൈവത്തിൻ്റെ കൃപകളാൽ ദൈവം നമ്മുടെ ആയുസ്സിൽ ഇപ്രകാരം ഒരു നോയമ്പ് ശുശ്രൂഷകൾ നമ്മുടെ ദേവാലയങ്ങളിലും നമ്മളായിരിക്കുന്ന സഭകളിലൊക്കെ സംബന്ധിക്കത്തക്കോണം നമ്മളെ വഴി നടത്തുവാൻ സഹായിച്ചു. ദൈവത്തിൻ്റെ കൃപകളാൽ നോയമ്പ് കാലത്തിൽ നോയമ്പ് ചിന്തകളും നോയമ്പ് ധ്യാനങ്ങളും നമ്മുടെ ജീവിതങ്ങളിൽ അത് പ്രവർത്തിക്കത്തക്കോണം നാം പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം. നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ, സഭകളിലായാലും ശുശ്രൂഷകളിലായാലും, നമ്മൾ കടന്നു പോകുന്ന ദേവാലയങ്ങളിലായാലും, നോയമ്പ് കാലങ്ങളിൽ ഒരുക്കപ്പെടുന്ന ഓരോ നോയമ്പ് ശുശ്രൂഷകളും ധ്യാനങ്ങളും അവയൊക്കെ ദൈവം നമ്മളിൽ ആഴമായി സ്പർശിക്കത്തക്കോണം നാം പ്രാർത്ഥിക്കുമ്പോൾ യഥാർത്ഥമായ നോയമ്പിൻ്റെ അർത്ഥം മനസ്സിലാക്കുവാനും അതിലേക്ക് നമ്മളെ തന്നെ താതാത്മ്യം പ്രാപിച്ച് നമ്മുടെ ജീവിതങ്ങളിൽ മാറ്റം വരുത്തുവാനും ഇടയാക്കും. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നാം നോയമ്പിൻ്റെ അവസാന ആഴ്ചയിലേക്ക് കടന്നു വരികയാണ്. നോയമ്പിൻ്റെ അവസാന ആഴ്ചയുടെ ആരംഭം എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ രാജകീയമായ ഒരു പ്രവേശനത്തെ പറ്റിയാണ് നാം പഠിക്കുന്നത്. അവിടെ നാം കടന്നു വരുമ്പോൾ ഓശാന ഞായറാഴ്ച എന്ന് പറയുമ്പോൾ, ഓശാന പാടുമ്പോൾ അത് കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന ഒരു പ്രവർത്തനമാണ്. കർത്താവിൻ്റെ ജീവിതത്തിൽ നാം നോക്കുമ്പോൾ യെരിഹോയിൽ നിന്ന് കടന്നു വന്ന് യെരുശലേമിലേക്കുള്ള യാത്രയിൽ, ആ യെരുശലേം യാത്രയുടെ ആരംഭം കുറിക്കുമ്പോൾ കർത്താവ് ചില കാര്യങ്ങൾ തൻ്റെ അപ്പോസ്തലന്മാരോട് അല്ലെങ്കിൽ ശിഷ്യഗണങ്ങളോട് പറയുവാൻ ഉണ്ടായിട്ടുണ്ട്. അതിനൊത്തവണ്ണം കാര്യങ്ങൾ ഒരുക്കി മുൻപോട്ട് കടന്നു പോകുമ്പോൾ അവിടെ കേൾക്കുന്ന ശബ്ദങ്ങൾ അല്ലെങ്കിൽ കർത്താവിൻ്റെ സ്തുതിഗീതങ്ങൾ അവിടെ അനേകരെ അസ്വസ്ഥപ്പെടുത്താറും ഉണ്ട്. അല്പസമയം നിങ്ങളോടൊപ്പം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 19:38 വാക്യമാണ്. കർത്താവിന്റെ നാമത്തിൽ വരുന്ന രാജാവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. കർത്താവിന്റെ നാമത്തിൽ വരുന്ന രാജാവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. സ്വർഗത്തിൽ സമാധാനവും സ്വർഗത്തിൽ സമാധാനവും അത്യുന്നതങ്ങളിൽ മഹത്വവും എന്ന് പറഞ്ഞു. അത്യുന്നതങ്ങളിൽ മഹത്വവും എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ ജനനത്തിലും ഇപ്രകാരം ഒരു കാര്യം നാം കേൾക്കുവാൻ ഇടയായിട്ടുണ്ടായിരുന്നു ദൂതഗണങ്ങളിൽ നിന്ന്. ഇവിടെ കർത്താവിൻ്റെ യഥാർത്ഥമായ ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങൾ അല്ലെങ്കിൽ നാളുകളിലേക്ക് കയറുമ്പോഴും അപ്രകാരം ഒരു സ്തുതികളാണ് നാം കേൾക്കുന്നത്. വ്യക്തമായി പറയുന്നത്, കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന രാജാവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. സ്വർഗത്തിൽ സമാധാനവും അത്യുന്നതങ്ങളിൽ മഹത്വവും. സ്വർഗത്തിൽ സമാധാനവും അത്യുന്നതങ്ങളിൽ മഹത്വവും. ആർക്കാണ് രാജാവായി കടന്നു വരുന്നത്? അപ്രകാരം നാം ചിന്തിക്കുമ്പോൾ ഒരു രാജാവ് എപ്പോഴും കടന്നു വരുന്നത് കുതിരപ്പുറത്തായിരിക്കും. പക്ഷെ ഇവിടെ നാം കാണുന്നത് വ്യത്യസ്തമായ ഒരു ദർശനമാണ്. അത് നാം ഒന്ന് മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ഇപ്രകാരം വ്യത്യസ്തമായ ദർശനം കർത്താവ് നമ്മുടെ മുൻപിൽ വെക്കുന്നത്? ഈ വചനങ്ങൾ നാം വായിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം യഥാർത്ഥത്തിൽ ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തന മേഖലകളെ പറ്റി ആഴമായി സ്പർശിക്കുന്നതോടൊപ്പം ദൈവരാജ്യത്തിന് വേണ്ടി നാം എപ്രകാരം പ്രവർത്തിക്കണമെന്നുള്ള ആഹ്വാനവും ഈ സുവിശേഷത്തിൽ നാം കാണാറുണ്ട്. എങ്കിലും ഈ സമയത്ത്
നാം ആയിരിക്കുന്ന നോയമ്പ് കാലത്തിൽ ഒരു ഓശാന പെരുന്നാളിനായി നാം ഒരുങ്ങുമ്പോൾ യഥാർത്ഥമായ ഓശാനയുടെ അർത്ഥം മനസ്സിലാക്കത്തക്കോണം ഇന്ന് ദൈവം നമ്മളെ സഹായിക്കട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയജനമേ, ദൈവത്തിൻ്റെ ഓരോ വാക്കുകളും വചസ്സുകളും നാം പഠിക്കുമ്പോഴും അതിൻ്റെ കാര്യങ്ങൾ നാം മനസ്സിലാക്കുവാൻ പരിശ്രമിക്കുമ്പോൾ അതിൽ മറഞ്ഞു കിടക്കുന്ന മർമ്മങ്ങൾ മനസ്സിലാക്കത്തക്കോണം പരിശുദ്ധാത്മാവ് നമ്മളെ വഴി നടത്തുവാൻ വേണ്ടി സദാ പ്രാർത്ഥിക്കണം. ഇവിടെ നാം കേൾക്കുമ്പോൾ പറയുന്നത് എന്താണ്? കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന രാജാവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു, സ്വർഗത്തിൽ സമാധാനവും അത്യുന്നതങ്ങളിൽ സന്തോഷവും. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നാം ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ നോയമ്പ് കാലത്തിൽ കഷ്ടാനുപാഴ്ചയിലേക്ക് കടന്നു വരുമ്പോൾ യഥാർത്ഥമായ കർത്താവിനെ നാം അനുഭവിച്ചറിയത്തക്കോണമുള്ള ആലോചനയിലാണോ നാം കടന്നു വരുന്നത്? അതോ സഭകൾ നിഷ്കരിച്ചിരിക്കുന്ന കാരണം നാം നോയമ്പിൻ്റെ ഒരു ഭാഗമായി പ്രവർത്തിക്കുന്ന അവസ്ഥയാണോ എന്നൊന്ന് ചിന്തിക്കണം. അവിടെയാണ് നമ്മുടെ ജീവിതത്തിലൊരു മാറ്റത്തിൻ്റെ ആവശ്യം. മുമ്പോട്ട് വായിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇത് പറയുന്നതിന് മുമ്പ് കർത്താവ് 10 മീനാട് ഒരു ഉപമ പറയുന്നുണ്ട്. അതിൽ പറയുന്നത്, ഇതിനോട്ട് കടന്നു പോകുന്ന വ്യക്തി തൻ്റെ അവിടെ ചിലർക്ക് 10 മീന കൊടുത്തിട്ട് അതിനെ വ്യാപാരം ചെയ്യത്തക്കോണം പ്രവർത്തിക്കുവാൻ പറയുമ്പോൾ അവിടെ 2 പേര്, ഒരുത്തൻ 10-ന് 10ഉം ഒരുത്തൻ 1 കിട്ടിയവൻ 1 മാത്രമായി സൂക്ഷിച്ചു വെച്ചെന്നാണ് പറയുന്നത്. അവനെ ശിക്ഷിക്കുന്ന അവസ്ഥ. അത് യഥാർത്ഥത്തിൽ ദൈവരാജ്യത്തിൽ വരാനിരിക്കുന്ന കാര്യത്തെ പറ്റിയാണ് കർത്താവ് അവിടെ പ്രസ്താവിക്കുന്നത്. കർത്താവിൻ്റെ ദൈവരാജ്യത്തിൽ പ്രവർത്തിക്കുവാൻ എന്നെയും നിങ്ങളെയും വിളിച്ചു വേർതിരിച്ച് ദൈവത്തിൻ്റെ ആലോചനകളും ദൈവത്തിൻ്റെ കൃപകളും നൽകി താലന്തുകളും നൽകി നമ്മളെ നിലനിർത്തുമ്പോൾ നാം എത്രമാത്രം ആ ദൈവത്തിൻ്റെ ആലോചനകൾ അല്ലെങ്കിൽ താലന്തുകൾക്കൊത്തോണം പ്രവർത്തിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോയെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ നാം മുമ്പോട്ട് വായിക്കുമ്പോൾ 19-28-30 വരെ വായിക്കുമ്പോൾ ഇത് പറഞ്ഞ ശേഷം അവൻ മുമ്പായി നടന്ന യെരൂശലേമിലേക്ക് പോയി. അവൻ ഒലിവുമലയ്ക്ക് അരികെ ബേത്ത്ഫഗായിക്കും ബെഥാന്യയ്ക്കും സമീപം എത്തിയപ്പോൾ ശിഷ്യന്മാരിൽ 2 പേരെ അയച്ചു. പറഞ്ഞത് നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ. അതിൽ കടക്കുമ്പോൾ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്തൊരു കഴുതക്കുട്ടിയെ കെട്ടിരിക്കുന്നത് നിങ്ങൾ കാണും. അതിനെ അഴിച്ചു കൊണ്ടുവരുവിൻ. ഇവിടെ നാം ഒന്ന് മനസ്സിലാക്കുമെങ്കിൽ, കർത്താവ് യെരൂശലേമിലേക്ക് കടക്കുന്നതിന് മുൻപ് ആ ഒലിവുമലയ്ക്ക് അടുത്ത് വരുമ്പോൾ തൻ്റെ ശിഷ്യന്മാരെ അയച്ചിട്ട് പറയുന്നത്, ആ ഗ്രാമത്തിൽ കടന്നു ചെന്ന് ആരും ഒരിക്കലും ഇരിക്കാത്ത ഒരു കഴുതക്കുട്ടിയുണ്ട്, അതിനെ അഴിച്ചു കൊണ്ടുവരുവിൻ. അത്രമാത്രം സൂക്ഷ്മതയോടെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരു കർത്താവാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നിന്ന് നാം മനസ്സിലാക്കണം. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പല പ്രതിസന്ധികളും പ്രയാസങ്ങളും കടന്നു വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉയരുന്ന ഒരു ചോദ്യമാണ്, കർത്താവ് എന്തിനെ ഇതിൽ നിന്ന് കടത്തിവിടുന്നു? കർത്താവിന് എൻ്റെ അവസ്ഥ മനസ്സിലാക്കുവാൻ കഴിയുന്നില്ലയോ? യഥാർത്ഥമായി കർത്താവുമായിട്ടൊരു ബന്ധമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കർത്താവിന് നമ്മെ ഉപയുക്തമാക്കത്തക്കോണം നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ, കർത്താവ് നമ്മുടെ എല്ലാ അവസ്ഥയും പൂർണ്ണമായി അറിയുന്നതാണെന്ന് നാം മനസ്സിലാക്കണം. ഇവിടെ ഒരിക്കലും കയറാത്തൊരു കഴുതക്കുട്ടി ഈ ഗ്രാമത്തിലുണ്ടെന്നും അത് എവിടെയാണെന്നും കർത്താവ് എത്ര നിശ്ചയമായിട്ടാണ് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത്. ആ കർത്താവിൻ്റെ സന്നിധിയിൽ ഞാനും നിങ്ങളും കടന്നു വരുമ്പോൾ നാം ചിന്തിക്കും പലപ്പോഴും, ദൈവം ഇത് കാണുന്നില്ലല്ലോ, ഇതിങ്ങനെയാണല്ലോ. ദൈവം നമ്മുടെ ജീവിതത്തിൽ അറിയാത്തൊരു കാര്യവും കർത്താവിൻ്റെ സന്നിധി ഇല്ലെന്ന് നാം മനസ്സിലാക്കിക്കൊള്ളണം. രാജകീയമായ ഒരു പ്രവേശനത്തിന് കർത്താവ് ഉപയുക്തമാക്കാൻ പോകുന്നത് ഒരു കഴുതക്കുട്ടിയാണെന്ന് നാം മനസ്സിലാക്കണം. അതായത് ഒരു കഴുതക്കുട്ടിയുടെ ജീവിതം അല്ലെങ്കിൽ ഒരു കഴുതയുടെ ജീവിതം എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ ഭാരം വഹിക്കത്തക്കോണം ഉപയുക്തമാക്കുന്ന ഒരു മൃഗമായിരുന്നു. അതായത് മറ്റുള്ളവരെ വഹിക്കുവാൻ, മറ്റുള്ളവരുടെ ഭാരങ്ങൾ വഹിക്കുവാൻ ഉപയുക്തമാക്കുന്ന ഒരു മൃഗത്തെയാണ് കർത്താവ് ഉപയുക്തമാക്കുവാൻ പോകുന്നത്. അവിടെ യഥാർത്ഥത്തിൽ നമ്മളോട് ചൂണ്ടിക്കാണിക്കുന്നത്, ഞാനും നിങ്ങളും അപ്രകാരം മറ്റുള്ളവരുടെ വേദന വഹിക്കത്തക്കോണം ഉള്ളൊരു വസ്തു അല്ലെങ്കിൽ ഒരു വ്യക്തിയായി മാറണം. കാരണം അതിൻ്റെ മേൽ കർത്താവ് കയറുമ്പോൾ കഴുതക്കുട്ടി ആദരിക്കുന്ന പോലെയാണെന്നാണ് അവിടെ ചിലപ്പോൾ ചിലർ ചിന്തിക്കുന്നത്. കാരണം കഴുത ചിന്തിച്ചത്
കഴുതയുടെ മഹാത്മ്യം കൊണ്ടാണ് അവർ ഇപ്രകാരം മറ്റു കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷെ തൻ്റെ മേൽ ആരാണ് വസിക്കുന്നത്, അല്ലെങ്കിൽ ആരെയാണ് വഹിക്കുന്നതെന്ന് കഴുത മറന്നുപോയി. കർത്താവിനെ വഹിക്കുവാൻ നാം സന്നദ്ധരായി തീരുമ്പോൾ, നമ്മളെ കാണുമ്പോൾ മറ്റുള്ളവർ നമ്മളെ ആദരിക്കുകയോ അല്ലെങ്കിൽ ബഹുമാനിക്കുകയോ ചെയ്യുമ്പോൾ, അത് ഞാൻ കാരണമാണ്, എൻ്റെ പ്രവൃത്തി കാരണമാണ് നാം ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ ചിന്ത മാറ്റേണ്ട കാലം വന്നിരിക്കുന്നത്. ദൈവം നൽകിയിരിക്കുന്ന കൃപകളും കൃപാവരങ്ങളും മറ്റുള്ളവരുടെ ജീവിതത്തിൽ, അവരുടെ ജീവിതത്തിൽ നന്മകൾ കൊണ്ടുവരുവാൻ വേണ്ടി, അവരെ പ്രയാസ പ്രതിസന്ധിയിൽ നിന്ന് ഉദ്ധരിക്കുവാൻ വേണ്ടി നമ്മെ ഉപയുക്തമാക്കുമ്പോൾ, ഞാനാണ് അല്ലെങ്കിൽ എൻ്റെ കൈവേലയാണെന്ന് നാം ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കുക. ആ കഴുതക്കുട്ടിയുടെ മേൽ കർത്താവില്ലെങ്കിൽ ആ കഴുതക്കുട്ടിയെ ആരും ആ പട്ടണത്തിൽ പോലും നടത്തുവാൻ ഇടയാക്കുകയില്ല. അതിനെ കല്ലെറിയുന്ന അവസ്ഥയായിരിക്കും. ഇവിടെ രാജകീയമായൊരു പ്രവേശനം നടക്കുമ്പോൾ അത് കർത്താവിൻ്റെ രാജ്യത്വത്തെ പറ്റി അല്ലെങ്കിൽ രാജകീയമായ കാര്യത്തെപ്പറ്റി പ്രസ്താവിക്കുന്നൊരവസ്ഥയാണ്. മുമ്പോട്ട് വായിക്കട്ടെ, 19:31 വായിക്കുമ്പോൾ, അതിനെ അഴിക്കുന്നത് എന്തിന് അതിനെ അഴിക്കുന്നത് എന്തിന് എന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ എന്നാരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുവിൻ. കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുവാൻ. സത്യമല്ലേ? നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങൾ, നാം ഒരു ഭവനത്തിൽ ചെന്ന് അവിടെ കൊട്ടിയിരിക്കുന്ന ഒരു മൃഗത്തെ അഴിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ അതിന് യഥാർത്ഥമായ ഒരു ചോദ്യം വരും, ഇതെന്തിനാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന്. അപ്രകാരം ഒരു ചോദ്യം വന്നാൽ അതിനുള്ള ഉത്തരവുമാണ് അവിടെ കാണിച്ചു കൊടുക്കുന്നത്. അതായത് ഈ കഴുതക്കുട്ടിയെ ഒരുക്കിയിരിക്കുന്നത് കർത്താവിനെ വഹിക്കുവാൻ വേണ്ടിയാണ്. എന്നെയും നിങ്ങളെയും ജീവിതത്തിൻ്റെ ഏത് തട്ടിൽ നിന്ന് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുമ്പോൾ നാം ഒന്ന് ചിന്തിക്കണം. നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത് കർത്താവിന് ഒരു നല്ല സവാരി അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി വക്താവായി തീരത്തക്കവണ്ണമാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. ആ വിളിക്ക് യോഗ്യവണ്ണം നമുക്ക് പ്രവർത്തിക്കുവാൻ കഴിയുന്നുണ്ട്. മുമ്പോട്ട് വായിക്കട്ടെ, 19:32-34 വരെ വായിക്കുമ്പോൾ, അയക്കപ്പെട്ടവർ പോയി തങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ കണ്ടു. കഴുതക്കുട്ടിയെ അഴിക്കുമ്പോൾ അതിന്റെ ഉടയവർ കഴുതക്കുട്ടിയെ അഴിക്കുമ്പോൾ അവരുടെ ഉടയവർ കഴുതക്കുട്ടി അഴിക്കുന്നത് എന്തിന് എന്ന് ചോദിച്ചതിന് കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് അവർ പറഞ്ഞു. അപ്പോൾ കർത്താവ് മുൻകൂട്ടി കണ്ട കാര്യങ്ങൾ അവരോട് പറഞ്ഞത് അവരപ്രകാരം തന്നെ അവിടെ പ്രസ്താവിക്കുന്നു. കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട്. എന്നെയും നിങ്ങളെയും കർത്താവിന് ഇന്ന് ആവശ്യമുണ്ട്. ഇന്ന് ലോകത്തെമ്പാടും നാം നോക്കുമ്പോൾ ക്രൈസ്തവ സമൂഹം നിർജീവമായിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ജീവനില്ലാത്ത ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാലയളവിലാണ് നാം ജീവിക്കുന്നത്. യഥാർത്ഥത്തിൽ ആചാരങ്ങളും അനുഷ്ഠാനങ്ങൾക്കും അതീതമായി നമ്മെ വിളിച്ചതാരെന്നുള്ള വിളി പോലും മറന്നുപോയ സാഹചര്യങ്ങൾ ഉണ്ട്. ഇന്ന് ഈ സമയത്ത് എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഒരു നോയമ്പുകാല ചിന്തകളിലേക്ക് നാം കടന്നു വന്നിരിക്കുമ്പോൾ, ഒരു ഓശാന പെരുന്നാളിനായിട്ട് നാം ഒരുങ്ങുമ്പോൾ, ഓശാനയുടെ അർത്ഥം മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഓശാന എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ നാമത്തിൽ വന്നവൻ വാഴ്ത്തപ്പെട്ടവെന്ന് പറയുമ്പോൾ, എന്നെയും നിങ്ങളെയും കർത്താവിൻ്റെ നാമത്തിൽ വിളിച്ചിരിക്കുന്നെന്ന് നാം ഒന്ന് മനസ്സിലാക്കണം. ആ കർത്താവിൻ്റെ നാമത്തിനൊത്തവണ്ണം ചിന്തിക്കുവാൻ, പ്രവർത്തിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒരു പ്രാസംഗികനോ ആയിട്ടല്ല. ചിലപ്പോൾ ആ ദേവാലയത്തിൽ ഒരു ചെറിയ പ്രവർത്തനത്തിനായിട്ടായിരിക്കും കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. പക്ഷേ കർത്താവ് നമ്മോട് കൂടെയുള്ളപ്പോൾ നാം കർത്താവിൻ്റെ പ്രവർത്തന മേഖലയിലാണെന്ന് ചിന്തിച്ചു കൊള്ളണം. കർത്താവിൻ്റെ സാന്നിധ്യത്താൽ നയിക്കപ്പെടുന്നവരാണെങ്കിൽ നമ്മുടെ ചിന്തകൾക്കൊരു മാറ്റത്തിൻ്റെ ആവശ്യമുണ്ട്. നമ്മുടെ പ്രവർത്തന ശൈലികൾക്കൊരു മാറ്റത്തിൻ്റെ ആവശ്യമുണ്ട്. നമ്മുടെ ചുറ്റുമുള്ളവരെ വഹിക്കുവാനുള്ള കൃപയ്ക്കായി നാം പ്രാർത്ഥിക്കണം. അതാണ് യഥാർത്ഥമായ ഓശാനയുടെ അർത്ഥം എന്ന് പറയുമ്പോൾ. ഒരു കഴുതക്കുട്ടിയുടെ മേൽ കർത്താവ് കടന്നു പോകുമ്പോൾ ആ കർത്താവിനെ വഹിക്കുന്ന കഴുതക്കുട്ടി ആ സമയത്ത് ചിന്തിക്കുന്നത്, ഒരു രാജകീയമായ പ്രവേശനമാണല്ലോ എനിക്ക് ലഭിക്കുന്നത്, അതെനിക്കും നിങ്ങൾക്കും ഒരുക്കപ്പെടും. പക്ഷേ നാം നമ്മെ തന്നെ പൂർണ്ണമായി കർത്താവിനായി സമർപ്പിക്കപ്പെട്ട് കർത്താവ് എവിടേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു അപ്രകാരം
ആ പാതയിലേക്ക് നാം കടന്നു പോകുമ്പോൾ കർത്താവ് നമ്മളെ അപ്രകാരം ഉയർത്തുവാൻ ഇടയാകും. മുമ്പോട്ട് വായിക്കുമ്പോൾ അതിൻ്റെ 35, 37 വായിക്കുമ്പോൾ അവർ അതിനെ യേശുവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നു. അവർ അതിനെ യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നു. തങ്ങളുടെ വസ്ത്രം കഴുതക്കുട്ടിയുടെ മേൽ ഇട്ടിട്ട് യേശുവിനെ കയറ്റി. തങ്ങളുടെ വസ്ത്രം കഴുതക്കുട്ടിയമേൽ ഇട്ടിട്ട് യേശുവിനെ കയറ്റി. അവൻ പോകുമ്പോൾ അവർ തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിച്ചു. തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിച്ചു. അവൻ ഒലിവുമലയുടെ ഇറക്കത്തിന് അടുത്തെത്തിയപ്പോൾ ശിഷ്യന്മാരുടെ സംഘമെല്ലാം തങ്ങൾ കണ്ട സകല അത്ഭുത പ്രവൃത്തികളെയും കുറിച്ച് സന്തോഷിച്ച് അത്യുച്ചത്തിൽ ദൈവത്തെ പുകഴ്ത്തി. ഇന്ന് നമ്മളൊന്ന് ചിന്തിക്കുമ്പോൾ ജീവിതത്തിൻ്റെ പ്രതിസന്ധി മേഖലകളിൽ നമ്മെ വിടുവിച്ച കർത്താവില്ലേ നമ്മുടെ ജീവിതത്തിൽ? അതനുഭവിച്ചതല്ലേ നാം ഓരോരുത്തരും? നമ്മളായിരിക്കുന്ന ഏത് തലത്തിലുമായിക്കൊള്ളട്ടെ, നമ്മുടെ ജീവിതത്തിൽ കർത്താവ് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ജനമധ്യത്തിൽ കർത്താവിനെ സ്തുതിക്കുവാൻ ഭയപ്പാടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം യഥാർത്ഥമായ കർത്താവിനെ അനുഭവിക്കുവാൻ, അല്ലെങ്കിൽ കർത്താവ് ചെയ്ത നന്മകൾ ഓർക്കുവാൻ കഴിയുന്നില്ല. കർത്താവ് ചെയ്ത നന്മകൾ നാം ഓർക്കുകയാണെങ്കിൽ ഒരിക്കലും നാം മൗനമായിരിക്കുകയില്ല. ആ പരിശുദ്ധാത്മാ നമ്മളോട് പറയാൻ സ്തോത്രം ചെയ്യുക, സ്തുതി ചെയ്യുക. കാരണം കർത്താവ് ഇന്നും ജീവിക്കുന്നു, ഇന്നും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നെന്ന്. ഇവിടെ നാം കാണുന്നത് കർത്താവിനെ ആ കഴുതക്കുട്ടിമേൽ ഇരുത്തിക്കഴിഞ്ഞ് അവർ വസ്ത്രങ്ങൾ വിരിച്ച് ആണ് ആ കഴുതക്കുട്ടിക്ക് നടക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുന്നത്. നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തനെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നെങ്കിൽ നമുക്കും ഇപ്രകാരം അനുഭവമാക്കുവാൻ കഴിയും. നമുക്ക് വേണ്ടി വഴിയൊരുക്കുന്ന കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇപ്രകാരമുള്ള സാഹചര്യം ഒരുക്കും. പക്ഷെ അവിടെ ഒരു കാര്യമുണ്ട്, മഹത്വം കർത്താവിനായിട്ടായിരിക്കണം. മഹത്വം എനിക്കായി ഞാൻ തീരുമ്പോൾ, എന്നെ മഹത്വീകരിക്കാൻ ഞാൻ ചിന്തിക്കുമ്പോൾ അവിടെ കർത്താവിന് പ്രവർത്തിക്കുവാൻ കഴിയുകയില്ല. പൂർണ്ണമായി സമർപ്പിതമായ ഒരു ജീവിതത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ കർത്താവ് മാത്രമാണ് എൻ്റെ ജീവിതത്തിലെ വഴികാട്ടിയെന്ന് സമ്പൂർണ്ണമായി നാം സമർപ്പിക്കുമ്പോൾ ആ കർത്താവിൻ്റെ മഹത്വം കാണുവാൻ നമ്മുടെ ജീവിതത്തിൽ അനുഭവമാക്കുവാൻ കഴിയും. മുമ്പോട്ട് വായിക്കട്ടെ, അതിൻ്റെ 19-ന്റെ 38 വായിക്കുമ്പോൾ കർത്താവിന്റെ നാമത്തിൽ വരുന്ന രാജാവോ വാഴ്ത്തപ്പെട്ടവനാകുന്നു. കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന രാജാവോ വാഴ്ത്തപ്പെട്ടവനാകുന്നു. സ്വർഗത്തിൽ സമാധാനവും അത്യുന്നതങ്ങളിൽ മഹത്വവും എന്ന് പറഞ്ഞു. അത്യുന്നതങ്ങളിൽ മഹത്വവും എന്ന് പറഞ്ഞു. നാം ആദ്യം വായിച്ച വാക്യം തന്നെ അത് പറയുന്നതാണ്. ശിഷ്യന്മാർ അവർ കണ്ട് അനുഭവിച്ച സന്തോഷം, അനേകമായ അത്ഭുത പ്രവൃത്തികൾക്ക് സാക്ഷ്യം വഹിച്ചു കഴിയുമ്പോൾ അവർക്കത് പറയാതിരിക്കുവാൻ കഴിയുന്നില്ല. ഈ നോയമ്പ് കാലത്തിൽ, നോയമ്പിൻ്റെ അവസാന ആഴ്ച ഒരു ഓശാന പെരുന്നാളിനായി നാം ഒരുങ്ങുമ്പോൾ, ഈ ഓശാന പെരുന്നാളിൽ നാം ദേവാലയത്തിൽ കടന്നു വരുന്ന ഓശാന ഓശാന എന്ന് ആർത്ത് പാടുമ്പോൾ അത് ഹൃദയത്തിൻ്റെ അന്തർഭാഗത്തിൽ നിന്നുള്ളൊരു സന്തോഷത്തോടെ, വേദനയോടെ, സ്തോത്രസ്തുതികളോടെ ഉള്ളൊരു അർപ്പണമായി തീരുവാൻ ഇടയാക്കാൻ നാം പ്രാർത്ഥിക്കണം. ഏത് സാഹചര്യവുമായി കൊള്ളട്ടെ. ഇന്ന് ചിലപ്പോൾ അസ്വസ്ഥയുടെ മധ്യത്തിലായിരിക്കും, വേദനകളുടെ താഴ്വരയിലായിരിക്കും. എങ്കിലും ഒന്ന് പിന്നോട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഈ വേദന വരുന്നതിന് മുൻപ്, ഈ അസ്വസ്ഥതകൾ വരുന്നതിന് മുമ്പ് ദൈവം എത്ര മാത്രം നിങ്ങളെ കരുതി വഴി നടത്തിയെന്നൊന്ന് ചിന്തിക്കുവാൻ കഴിയുമോ? ആ ചിന്ത വരുമ്പോഴാണ് യഥാർത്ഥമായ ദൈവിക സാന്നിധ്യം നമ്മുടെ മേൽ നിറഞ്ഞ് ആ കർത്താവെ വഹിക്കുന്നവരായിത്തീരുന്ന കർത്താവിന് മഹത്വം കരയറ്റുവാൻ കഴിയുന്നത്. അപ്രകാരം നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കുവാൻ കഴിയുമോ? അപ്രകാരം സമർപ്പിക്കുവാൻ കഴിയുമ്പോഴാണ് ഓശാനയുടെ യഥാർത്ഥമായ അർത്ഥത്തിലേക്ക് നാം കടന്നു വരുവാൻ കഴിയുന്നത്. വർഷങ്ങൾക്ക് മുൻപ് കർത്താവിൻ്റെ രാജകീയ പ്രവേശനത്തിൻ്റെ ഒരു മാതൃകയായിട്ടുള്ള ശുശ്രൂഷയായിട്ടല്ല, ഇന്നും എന്നെയും നിങ്ങളെയും ഓശാന ഓശാന എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നൊരു പ്രവർത്തനമായി മാറത്തക്കണം ഇടയാകണം. ഇന്ന് അപ്രകാരം ഒരു പ്രവർത്തനം വരുമ്പോഴാണ് നാം ആയിരിക്കുന്ന ഏത് ശുശ്രൂഷയായാലും, സഭയായാലും, ഇടവയായാലും, ദേവാലയമായാലും അവിടെ ഒരു ഉണർവിൻ്റെ കാറ്റ് വീശുവാൻ ഇടയാകും. ഇന്ന് ഉണർവിൻ്റെ കാറ്റാണ് നമുക്ക് ആവശ്യം. നമ്മുടെ യുവതലമുറകൾ ലോകത്തിൻ്റെ മോഹങ്ങളിൽ പട്ടുപോകുമ്പോൾ വരാനിരിക്കുന്ന തലമുറകൾക്ക്
കർത്താവിൻ്റെ യഥാർത്ഥമായ സന്തോഷവും സാന്ത്വനവും സമാധാനവും ഇന്നും ജീവിക്കുന്ന കർത്താവാണ് നമ്മെ വഴി നടത്തുന്നതെന്ന് അവർ പറയണമെങ്കിൽ നമുക്കൊരു മാറ്റത്തിൻ്റെ ആവശ്യമുണ്ട്. ആ മാറ്റത്തിലേക്ക് നാം കടന്നു വരുമ്പോഴാണ് അവിടെ ദൈവം പ്രവർത്തിക്കുന്നത്. മുമ്പോട്ട് വായിക്കട്ടെ. 19, 39, 40 വായിക്കുമ്പോൾ ജനക്കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ചില പരീശന്മാർ അവനോട് ഗുരു നിന്റെ ശിഷ്യന്മാരെ വിലക്കുക എന്ന് പറഞ്ഞു. ഗുരു നിന്റെ ശിഷ്യന്മാരെ വിലക്കുക എന്ന് പറഞ്ഞു. അതിന് അവൻ ഇവർ മിണ്ടാതിരുന്നാൽ കല്ലുകൾ ആർത്തു വിളിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. കല്ലുകൾ ആർത്തു വിളിക്കുമെന്ന് ഞാൻ ഉത്തരം പറയുന്നു. അതായത് പലപ്പോഴും നാം ഒരു കാര്യം മനസ്സിലാക്കണം. പരിശുദ്ധാത്മാവിൽ പ്രവർത്തിക്കുന്ന ഇടവകളിലും സമൂഹങ്ങളിലും നാം സ്തോത്രസ്തുതികൾ കരേറ്റുവാണെങ്കിൽ ആരും അതിനെ വലിയ പ്രയാസം സൃഷ്ടിക്കുകയില്ല. അല്ലാതെ ഒരു സാധാരണ ശുശ്രൂഷകളിലോ അല്ലെങ്കിൽ ഇടവകളിലോ ചെന്ന് ഒരു വ്യക്തി സ്തോത്രസ്തുതികൾ കരയേറ്റുകയാണെങ്കിൽ ഉടനെ അവിടെയുള്ള ജനം ഒന്ന് നോക്കി ഇതാരാണ് കടന്നു വന്നതെന്ന്. എന്തിന്? ചിലപ്പോൾ ആ ദേവാലയങ്ങളിൽ ചിലപ്പോൾ നമുക്ക് താക്കീതും ഇപ്രകാരം കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഒന്ന് മൗനമായിരിക്കാമോ? ഈ ആരാധനയ്ക്ക് നിങ്ങളുടെ സ്തോത്രസ്തുതികൾ പ്രതിസന്ധി അല്ലെങ്കിൽ അരോചകമായി തീരുന്ന അവസ്ഥയാണെന്ന് പോലും പറയുവാൻ ഇടയാകും. എന്തുകൊണ്ടാണെന്നറിയാമോ? യഥാർത്ഥമായ കർത്താവിനെ കാണുവാൻ കഴിയാത്തതുകൊണ്ട്. പക്ഷെ അവിടെ നാം മൗനമായിരിക്കുകയല്ല. എന്തേ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മകളെ നാം ഓർക്കുന്നുണ്ടെങ്കിൽ, ഇന്നും എന്നെ വഴി നടത്തുന്നത് എൻ്റെ കർത്താവാണെന്ന്, ജീവിക്കുന്ന കർത്താവാണെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നാം ശബ്ദമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പഠിക്കണം. അതായിരിക്കണം വരും തലമുറകൾ കാണേണ്ടത്. ഉറപ്പും ധൈര്യമുള്ള ജനത്തെ, കർത്താവിൻ്റെ ശിഷ്യന്മാരെയാണ് ഇനിയും കർത്താവിന് ആവശ്യം. കർത്താവിൻ്റെ രണ്ടാം വരവിന് ആഗതമായി തീരുന്ന അവസ്ഥകളാണ് നാം ചുറ്റും കാണുന്നത്. യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പം, ഇവയൊക്കെ അവൻ്റെ രണ്ടാം വരവിൻ്റെ കാര്യത്തെ പറ്റി ആരംഭം മാത്രമാണെന്നാണ് പറയുന്നത്. എങ്കിൽ നാം ഒരുക്കപ്പെട്ടവരാണോ? ആ 10 കന്യകമാരെ പോലെ അതിൽ 5 പേര് ഒരുക്കപ്പെട്ടവരും 5 പേര് ഉറങ്ങുന്ന അവസ്ഥ, നാം ഏതവസ്ഥയിലാണെന്ന് ചിന്തിക്കണം. ഈ നോയമ്പ് കാലത്തിൽ ഓശാന പെരുന്നാൾ നാം കടന്നു വരുമ്പോൾ നമ്മളെ തന്നെയോ ആ കഴുതക്കുട്ടിയെപ്പോലെ നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കും. കർത്താവേ, നിന്നെ വഹിക്കത്തക്കോണം ഞാൻ എന്നെ സമർപ്പിക്കുന്നു. നീ കടന്നു വന്ന് നിൻ്റെ മഹത്വത്തിനായി എന്നെ ആക്കണമേ എന്നൊന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? അപ്രകാരം പ്രാർത്ഥിക്കുവാൻ നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കാം. സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങളുടെ ദിവാത്സല്യമായ സർവസ്നാഥ, ഒരു കൃപയുടെ സാന്നിധ്യത്താൽ ഒരു പ്രാവശ്യം കൂടെ അവിടുന്ന് കർത്താവ് നോയമ്പകാലത്തിൽ ഞങ്ങൾക്ക് ഇത്രത്തോളം വഴി നടത്തിയ നമ്മൾക്ക് സ്തോത്രം. ഒരു ഓശാന പെരുന്നാളിലെ ഞങ്ങൾ ഒരുങ്ങുമ്പോൾ എവിടെയാണെന്ന് ഞങ്ങളൊന്ന് ചിന്തിപ്പാൻ, ആ കഴുതക്കുട്ടിയെപ്പോലെ ഒന്ന് പൂർണ്ണമായി നിനക്ക് വേണ്ടി സമർപ്പിച്ച് നീ ഞങ്ങളെ കൊണ്ടുപോകുന്ന ഒരവസ്ഥയിൽ, നിൻ്റെ സാന്നിധ്യത്താൽ ഞങ്ങളെ വഴി നടത്തുന്ന ഒരവസ്ഥയിലേക്ക് ഉയരുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ സമൂഹത്തിൽ ഒരു മാറ്റത്തിൻ്റെ ആവശ്യമുണ്ട്. അതിനായി ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാത്തിനും ഒരു അങ്ങേ മഹത്വപ്പെടുത്തത്തക്കണം ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് സാക്ഷിക്കുന്നു. പിതാവ് കേൾക്കാനമേ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.